സ്റ്റോക്ക് മാർക്കറ്റിൽ വരുന്ന ഭൂരിഭാഗം പേർക്കും നഷ്ടം സംഭവിക്കാറുണ്ട് എന്നുള്ളത് വളരെ സത്യമായ കാര്യമാണ്. അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം മാർക്കറ്റ് ഇങ്ങനെ ഉറക്കെ അലറി വിളിച്ചു പറയുമ്പോൾ മാത്രമാണ് അവർ ശ്രദ്ധിക്കുന്നത് ഇവിടെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്, അല്ലെങ്കിൽ ഇവിടെയാണ് ഞാൻ ട്രേഡ് ചെയ്യേണ്ടത്. ബ്രേക്കിംഗ് ന്യൂസ് ചാനലുകളിൽ വരുമ്പോൾ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഒരു പ്രത്യേക സ്റ്റോക്കിനെ കുറിച്ച് തിരിഞ്ഞും മറിഞ്ഞും സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ മാർക്കറ്റ് അതിന്റെ ഏറ്റവും പീക്കിൽ നിൽക്കുമ്പോഴൊക്കെയാണ് നമ്മളിൽ പലരും അവിടെ ഒരു എൻട്രി എടുക്കുന്നതോ അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ സ്റ്റോക്കിലേക്ക് ഓടിയെത്തുകയോ ചെയ്യുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ പണം ഉണ്ടാക്കുന്നവർ മാർക്കറ്റ് പതുക്കെ മന്ത്രിക്കുന്നത് കേൾക്കുന്നവരാണ്. അങ്ങനെ മാർക്കറ്റ് പതുക്കെ മന്ത്രിക്കുന്നത് നമുക്കും കേട്ടുകൂടി. ആൾക്കൂട്ടം എത്തുന്നതിന് മുമ്പ്, വലിയ ട്രെൻഡുകൾ തുടങ്ങുന്നതിന് മുമ്പ് അവസരങ്ങൾ എങ്ങനെ കണ്ടെത്താമെന്ന് നമുക്ക് മനസ്സിലാക്കാം. വെൽക്കം ടു ദ ഐ ഓപ്പണർ വീഡിയോ ഓഫ് ധനം സ്മാർട്ട് സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് സൊല്യൂഷൻ. നമ്മളിൽ പലർക്കും സംഭവിക്കുന്ന ഒരു വലിയ അബദ്ധമുണ്ട്. സ്റ്റോക്ക് മാർക്കറ്റിനെ നമ്മൾ ഒരു ഉത്സവ പറമ്പ് പോലെയാണ് കാണുന്നത്. എവിടെയാണോ ആൾക്കൂട്ടവും ബഹളവും ഒക്കെ ഉള്ളത് നമ്മളും അങ്ങോട്ട് തന്നെ വെച്ചുപിടിക്കും. ഒരു സ്റ്റോക്ക് കഴിഞ്ഞ ആഴ്ച 50% കയറി എന്ന് കേൾക്കുമ്പോൾ അയ്യോ ഈ അവസരം എനിക്ക് മിസ്സായല്ലോ, അങ്ങനെ ഒരു പേടി വരും. ഇതിനെയാണ് ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട് അഥവാ ഫോമോ എന്ന് പറയുന്നത്. ഈ ഒരു പേടി കാരണം നമ്മൾ ചിന്തിക്കുകയോ അല്ലെങ്കിൽ പഠിക്കുകയോ അങ്ങനെ ഒന്നും ചെയ്യില്ല. ആ ഒരു വേഗത്തിൽ പോകുന്ന ട്രെയിനിൽ എങ്ങനെയെങ്കിലും ചാടിക്കയറുക എന്ന ഒരൊറ്റ ലക്ഷ്യം മാത്രമേ നമുക്ക് മുമ്പിൽ ഉണ്ടാവുള്ളൂ. പക്ഷെ മിക്കപ്പോഴും നമ്മൾ കയറുമ്പോഴേക്കും ട്രെയിൻ അതിന്റെ അവസാന സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ടാവും. അവിടെ നിന്ന് അത് തിരികെ യാത്ര തുടങ്ങും, ഒപ്പം നമ്മുടെ നഷ്ടങ്ങളും. ഇത് കോയിന്റെ ഒരു സൈഡാണ്. മറുവശത്ത് മാർക്കറ്റ് ചെറുതായിട്ടൊന്നിടിഞ്ഞാൽ അല്ലെങ്കിൽ ചാനലുകളിൽ പേടിപ്പെടുത്തുന്ന തലക്കെട്ടുകൾ വന്നാൽ വിപണി തകർന്നു, നിക്ഷേപകർക്ക് കോടികളുടെ നഷ്ടം എന്നൊക്കെ കേൾക്കുമ്പോഴേ നമ്മൾ പേടിച്ച് കയ്യിലുള്ള നല്ല സ്റ്റോക്കുകൾ പോലും വിറ്റഴിക്കും. ചുരുക്കി പറഞ്ഞാൽ വില കൂടുമ്പോൾ നമ്മൾ വാങ്ങുന്നു, വില കുറയുമ്പോൾ വിൽക്കുന്നു. ലാഭം ഉണ്ടാക്കാൻ ചെയ്യേണ്ടതിന്റെ നേരെ ഓപ്പോസിറ്റ് റിയാക്ഷൻ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഇവിടെയാണ് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്. ഓരോ വലിയ കുതിപ്പിന് മുൻപും അല്ലെങ്കിൽ ഓരോ വലിയ വീഴ്ചയ്ക്ക് മുൻപും മാർക്കറ്റ് ചില സൂചനകളൊക്കെ തരും. അവയൊന്നും വലിയ ശബ്ദത്തിലുള്ള പ്രഖ്യാപനങ്ങളൊന്നും ആയിരിക്കില്ല, നേർത്ത മന്ത്രങ്ങൾ മാത്രമായിരിക്കും. ഈ മന്ത്രങ്ങൾ ശ്രദ്ധിക്കുന്നത് പ്രൊഫഷണൽ ട്രേഡർമാരും വലിയ ധനകാര്യ സ്ഥാപനങ്ങളുമാണ്. അവർ വളരെ നിശബ്ദമായിട്ട് ആരും അറിയാതെ കുറഞ്ഞ വിലയ്ക്ക് ഓഹരികൾ വാങ്ങിക്കും. ഈ ഒരു ഘട്ടത്തെയാണ് അക്യുമുലേഷൻ എന്ന് പറയുന്നത്. നമ്മളെ പോലെയുള്ള റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് ബഹളം കേട്ട് ഓടിയെത്തുമ്പോഴേക്കും അവർ ലാഭമെടുത്ത് പതിയെ പിന്മാറി തുടങ്ങിയിട്ടുണ്ടാവും. ഈ കളിയിൽ എന്നും തോൽക്കുന്നത് നമ്മളാകരുത്. അതിനായിട്ട് വിപണിയുടെ മന്ത്രങ്ങൾ കേൾക്കാൻ സഹായിക്കുന്ന ലളിതവും ശക്തവുമായിട്ടുള്ള 3 വഴികളെ കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. ഒന്നാമത്തെ മന്ത്രം, പ്രൈസ് ആക്ഷനിലെ ആ രഹസ്യം. നമ്മളൊരു ഡോക്ടറെ കാണാൻ പോയാൽ അദ്ദേഹം നമ്മുടെ പൾസ് നോക്കും, സ്റ്റെതസ്കോപ്പ് വെച്ച് ഹൃദയമിടിപ്പ് കേൾക്കും. അതുപോലെയാണ് മാർക്കറ്റിന്റെ ഹെൽത്ത് മനസ്സിലാക്കാൻ നമ്മൾ ചാർട്ടുകൾ ഉപയോഗിക്കുന്നത്. ആയിരക്കണക്കിന് ഇൻഡിക്കേറ്ററുകളുടെയും അല്ലെങ്കിൽ കോംപ്ലിക്കേറ്റഡ് ടൂൾസിന്റെയും പിന്നാലെ പോകാതെ മാർക്കറ്റിന്റെ യഥാർത്ഥ നാഡിമിടിപ്പ് മനസ്സിലാക്കാൻ ഏറ്റവും മികച്ച വഴി ആ ഒരു പ്രൈസ് ആക്ഷൻ അഥവാ വിലയുടെ ചലനം നേരിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ്. വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഒരു സ്റ്റോക്കിന് ചാർട്ടിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് നിരീക്ഷിക്കുക എന്നുള്ളതാണ്. ഒരു സ്റ്റോക്ക് മുകളിലേക്കാണോ അല്ലെങ്കിൽ താഴേക്കാണോ പോകുന്നത് എന്ന് എങ്ങനെ അറിയാൻ കഴിയും? അതിനൊരു എളുപ്പ വഴിയുണ്ട്. ചാർട്ടിലെ ഹൈ പോയിന്റുകളും അല്ലെങ്കിൽ ലോ പോയിന്റുകളും ഒക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് പെട്ടെന്ന് ചില ഐഡിയ കിട്ടും. ഒരു സ്റ്റോക്ക് പുതിയ ഹൈ ക്രിയേറ്റ് ചെയ്തു, എന്നിട്ട് കുറച്ച് താഴേക്ക് വരുന്നു, പഴയ ലോ പോയിന്റിനേക്കാൾ മുകളിൽ ഒരു പുതിയ ലോ ക്രിയേറ്റ് ചെയ്യുന്നു, അതിനുശേഷം വീണ്ടും പഴയ ഹൈ പോയിന്റിനെയും മറികടന്ന് പുതിയൊരു ഹൈ സൃഷ്ടിക്കുന്നുണ്ടെങ്കിൽ അത് ആ സ്റ്റോക്ക് ശക്തമായിട്ടുള്ള ഒരു അപ് ട്രെൻഡിലാണ് എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. ഇത് മാർക്കറ്റ് നമുക്ക് തരുന്ന ഏറ്റവും വ്യക്തമായിട്ടുള്ള മന്ത്രങ്ങളിൽ ഒന്നാണ്. ഞാൻ മുകളിലേക്ക് പോകാൻ തയ്യാറെടുക്കുകയാണ്, എന്റെ ശക്തി കുറഞ്ഞിട്ടില്ല എന്ന് സ്റ്റോക്ക് നമ്മളോട് പറയുന്ന ഒരു നിമിഷമാണത്. ഇതുപോലെ തന്നെയാണ് ഒരു സ്റ്റോക്ക് തുടർച്ചയായിട്ട് താഴ്ന്ന ഹൈ പോയിന്റുകളും ലോവർ ഹൈസും അല്ലെങ്കിൽ ലോവർ ലോസും ഉണ്ടാക്കിയാണെങ്കിൽ അതൊരു ഡൗൺ ട്രെൻഡിലാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ ഒരു കാര്യം മനസ്സിലാക്കിയാൽ മതി ഒരു ട്രെൻഡ് എവിടെ തുടങ്ങുന്നു, എവിടെ ദുർബലമാകുന്നു എന്നൊക്കെ നമുക്ക് എളുപ്പത്തിൽ തിരിച്ചറിയാൻ സാധിക്കും. പിന്നെ ന്യൂസ് കേട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവർ പറഞ്ഞിട്ടോ തീരുമാനമെടുക്കേണ്ട ഒരു ആവശ്യം ഉണ്ടാവില്ല. പ്രൈസ് യഥാർത്ഥത്തിൽ എന്ത് ചെയ്യുന്നു എന്ന് നോക്കി നിങ്ങൾക്ക് തീരുമാനങ്ങൾ എടുക്കാം. ഇതാണ് ഒന്നാമത്തെ മന്ത്രം കേൾക്കാനുള്ള എളുപ്പവഴി. ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് വ്യക്തമായെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇതുപോലെയുള്ള കൂടുതൽ അറിവുകൾക്കായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഓരോ ലൈക്കും കൂടുതൽ നല്ല വീഡിയോകൾ ചെയ്യാനുള്ള ഒരു വലിയ മോട്ടിവേഷൻ ആണ്. ഇനി രണ്ടാമത്തെ മന്ത്രത്തിലേക്ക് നമുക്ക് പോകാം. വോളിയത്തിന്റെ ശക്തി. ഒരു കാർ റേസിൽ എഞ്ചിന്റെ ഇരമ്പൽ കേട്ട് നമുക്ക് ആ കാറിന്റെ സ്പീഡും പവറും ഒക്കെ ഊഹിക്കാൻ പറ്റും. അതുപോലെയാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ വോളിയം. വോളിയം എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചയ സമയത്ത് എത്ര ഷെയറുകൾ വാങ്ങി അല്ലെങ്കിൽ എത്ര ഷെയറുകൾ വിറ്റു എന്നതിന്റെ കണക്കാണ്. പ്രൈസിന്റെ ചലനത്തിന് പിന്നിൽ എത്രമാത്രം ശക്തിയുണ്ട്, അത് എത്രത്തോളം വിശ്വസനീയമാണ് എന്നറിയാനുള്ള ഏറ്റവും മികച്ച മാർഗമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു സ്റ്റോക്ക് അപ് ട്രെൻഡിലാണ് എന്ന് കരുതുക, അതായത് പുതിയ ഹൈകൾ ഉണ്ടാക്കി മുന്നോട്ട് പോകുന്നു. ഈ ഒരു കയറ്റത്തിന്റെ സമയത്ത് വോളിയം വളരെ കൂടുതലാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ഒരുപാട് ആളുകൾ, പ്രത്യേകിച്ച് വലിയ ഇൻവെസ്റ്റേഴ്സ്, ആ ഒരു സ്റ്റോക്ക് കൂടുതൽ വില കൊടുത്ത് വാങ്ങാൻ തയ്യാറാണ് എന്നാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇതാ ഒരു മുന്നേറ്റം വളരെ ശക്തമാണ് എന്നുള്ളതിന്റെ ഒരു തെളിവാണ്. ഇനി ആ സ്റ്റോക്ക് ചെറുതായി താഴേക്ക് വരുമ്പോൾ, അതായത് പുൾ ബാക്ക് സംഭവിക്കുമ്പോൾ, വോളിയം തീരെ കുറവാണെങ്കിൽ അതിനർത്ഥം വിൽക്കുന്നവർ ദുർബലരാണ്,
ആരും വലിയ അളവിൽ വിറ്റഴിക്കാൻ തയ്യാറാകുന്നില്ല എന്നാണ്. വാങ്ങുന്നവർ അപ്പോഴും മാർക്കറ്റിൽ സ്ട്രോങ് ആണ്. അതൊരു പോസിറ്റീവ് സിഗ്നൽ ആണ്. കുറഞ്ഞ വോളിയത്തിലുള്ള ഈ താഴ്ചകൾ കുറഞ്ഞ വിലയ്ക്ക് ആ സ്റ്റോക്ക് വാങ്ങാനുള്ള അവസരമാണെന്ന് മാർക്കറ്റ് നമ്മളോട് മന്ത്രിക്കുന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പെട്ടെന്ന് ഒരു ദിവസം സാധാരണയിലും ഇരട്ടി വോളിയത്തോടെ ഒരു സ്റ്റോക്കിന്റെ വില ഒരു പ്രധാന ലെവൽ അല്ലെങ്കിൽ ഒരു റെസിസ്റ്റൻസ് ലെവൽ ഭേദിച്ച് മുകളിലേക്ക് കുതിക്കുന്നുവെങ്കിൽ അതിനെയാണ് നമ്മൾ ബ്രേക്ക് ഔട്ട് എന്ന് പറയുന്നത്. ഉയർന്ന വോളിയത്തോട് കൂടിയിട്ടുള്ള ഈ ഒരു ബ്രേക്ക് ഔട്ട് ഒരു വലിയ മുന്നേറ്റത്തിന്റെ തുടക്കമാകാമെന്നുള്ള ശക്തമായിട്ടുള്ള ഒരു മന്ത്രമാണ്. കാരണം ആ വിലയിൽ വിൽക്കാൻ നിന്നവരെ എല്ലാം തോൽപ്പിക്കാനുള്ള ശക്തി വാങ്ങുന്നവർ കാണിച്ചു. പ്രൈസും വോളിയവും ഒരുമിച്ച് ചേർത്ത് വായിക്കുമ്പോൾ മാർക്കറ്റിന്റെ യഥാർത്ഥ ഉദ്ദേശം നമുക്ക് കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. ഇനി മൂന്നാമത്തെ മന്ത്രം വിപണിയുടെ ആറ്റിറ്റ്യൂഡ് എന്താണ്, അല്ലെങ്കിൽ മാർക്കറ്റ് ആറ്റിറ്റ്യൂഡ് എന്താണ് എന്ന് മനസ്സിലാക്കുകയാണ്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതും എന്നാൽ പലരും ശ്രദ്ധിക്കാതെ പോകുന്നതുമായിട്ടുള്ള മന്ത്രം. മാർക്കറ്റിന്റെ പൊതുവായ മനോഭാവം അഥവാ സൈക്കോളജി മനസ്സിലാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ചിലപ്പോൾ മാർക്കറ്റിൽ ഒരുപാട് നെഗറ്റീവ് ന്യൂസുകൾ വന്നിരിക്കും. ഒരു പ്രത്യേക സെക്ടറിനെ കുറിച്ചോ അല്ലെങ്കിൽ രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെ കുറിച്ചോ ഒക്കെ ആകാം ആ വാർത്തകൾ വരിക. സ്വാഭാവികമായിട്ടും അത്തരം വാർത്തകൾ കേൾക്കുമ്പോൾ സ്റ്റോക്കിന്റെ വില താഴേക്ക് പോകണം. പക്ഷെ അങ്ങനെയുള്ള മോശം വാർത്തകൾ വന്നിട്ടും ഒരു പ്രത്യേക സ്റ്റോക്കിന്റെ വില കാര്യമായിട്ട് താഴോട്ട് പോകുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് താഴ്ന്നിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ചു കയറുകയാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ആ സ്റ്റോക്കിന് എന്തോ പ്രത്യേകതയുണ്ട്. ആ സ്റ്റോക്ക് വാങ്ങാൻ താല്പര്യമുള്ള ശക്തരായിട്ടുള്ള വാങ്ങലുകാർ അവിടെ തന്നെയുണ്ട്. അവർ ഓരോ ചെറിയ വീഴ്ചയിലും ആ സ്റ്റോക്ക് വാങ്ങിക്കൂട്ടുകയാണ്. അതുകൊണ്ട് തന്നെ മോശം വാർത്തകൾക്ക് പോലും അതിന്റെ വിലയെ കാര്യമായിട്ട് തകർക്കാൻ പറ്റില്ല. ഇതിനെയാണ് റിലേറ്റീവ് സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ചുറ്റുമുള്ളതെല്ലാം ഇടിഞ്ഞു വീഴുമ്പോഴും നിൽക്കുന്ന സ്റ്റോക്കുകളാണ് മാർക്കറ്റിലെ അടുത്ത സൂപ്പർ സ്റ്റാറുകളാകാൻ പോകുന്നത്. അവ നമ്മളോട് പറയുകയാണ്, പുറത്തെ ബഹളമൊന്നും എന്നെ ബാധിക്കില്ല, എന്റെ വഴി മുകളിലേക്കാണ്. ഇതിനെക്കുറിച്ച് ക്ഷമയും നിരീക്ഷണവും ഒക്കെ വേണം. ഉദാഹരണത്തിന് ഏതെങ്കിലും ഒരു സെക്ടർ സാമ്പത്തിക സമ്മർദ്ദം നേരിടുമ്പോൾ മറ്റു ചില മേഖലകൾ ചിലപ്പോൾ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നുണ്ടാവും. ഭൂരിഭാഗം പേരും തകർന്ന സ്റ്റോക്കുകളെ നോക്കി വിഷമിക്കുമ്പോൾ ഈ ഒരു മന്ത്രം കേട്ടവർ മറ്റു സെക്ടറുകളിൽ അവസരങ്ങൾ കണ്ടെത്തിയിട്ടും ഉണ്ടാവും. വിപണിയിലെ ഭയത്തെ അവസരമാക്കാൻ പഠിക്കുക എന്നതാണ് ഈ മന്ത്രം നമ്മളെ പഠിപ്പിക്കുന്നത്. വാരൻ ബഫറ്റ് പറഞ്ഞതുപോലെ, മറ്റുള്ളവർ ഭയക്കുമ്പോൾ ആർത്തിയോടെ അവസരം നോക്കുക, മറ്റുള്ളവർ ആർത്തി കാണിക്കുമ്പോൾ ഭയത്തോടെ മാറി നിൽക്കുക. ഈ ഒരു മനോഭാവം വളർത്തിയെടുക്കുന്നതിലൂടെയാണ് ഒരു സാധാരണ നിക്ഷേപകൻ ഒരു സ്മാർട്ട് നിക്ഷേപകനായിട്ട് മാറുന്നത്. അപ്പൊ ഇനി നമുക്കൊരു കൺക്ലൂഷനിലേക്ക് കടക്കാം. മാർക്കറ്റ് അലറി വിളിക്കുമ്പോൾ മാത്രം ശ്രദ്ധിക്കുന്ന ആൾക്കൂട്ടത്തിൽ ഒരാളാകാനാണോ നിങ്ങൾക്ക് ഇഷ്ടം? അതോ മാർക്കറ്റ് മന്ത്രിക്കുന്നത് കേട്ട് എല്ലാവർക്കും മുൻപേ അവസരങ്ങൾ തിരിച്ചറിയുന്ന ഒരു സ്മാർട്ട് ഇൻവെസ്റ്റർ ആകാനാണോ നിങ്ങളുടെ താല്പര്യം? നമ്മൾ ഇന്ന് മന്ത്രങ്ങളെ കുറിച്ചാണ് സംസാരിച്ചത്. പ്രൈസ് ആക്ഷൻ, ചാർട്ടിലെ ഹൈ ലോ പോയിന്റുകൾ നോക്കി മാർക്കറ്റിന്റെ ഡയറക്ഷൻ മനസ്സിലാക്കുക. വോളിയം, പ്രൈസ് ചലനത്തിന് പിന്നാലെ പവർ എത്രയുണ്ട് എന്ന് അളന്ന് ആ ഒരു ട്രെൻഡ് വിശ്വസനീയമാണോ എന്ന് ഉറപ്പാക്കുക. മാർക്കറ്റിന്റെ മനോഭാവം, നെഗറ്റീവ് വാർത്തകളോട് സ്റ്റോക്കുകൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് നോക്കി അതിലെ കരുത്തന്മാരെ കണ്ടെത്തുക. ഒരുപക്ഷെ ഈ ഒരു കാര്യങ്ങളൊക്കെ ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് പഠിച്ചെടുക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. ഇതിന് നല്ല ക്ഷമയും അല്ലെങ്കിൽ നിരന്തരമായിട്ടുള്ള നിരീക്ഷണം ഒക്കെ ആവശ്യമുണ്ട്. എന്നാൽ ഒന്ന് ഉറപ്പാണ്, നിങ്ങൾ മാർക്കറ്റിന്റെ ബഹളങ്ങളിൽ നിന്ന് മാറി നിന്ന് അതിന്റെ ഈ നേർത്ത മന്ത്രങ്ങൾക്കായിട്ട് കാതോർക്കാൻ തുടങ്ങിയാൽ അത് നിങ്ങളുടെ ട്രേഡിങ്ങിന്റെ തല വരെ തന്നെ മാറ്റും. ഈ ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ അറിയിക്കാം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയാൻ എനിക്കും ആഗ്രഹമുണ്ട്. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ഹാപ്പി ഇൻവെസ്റ്റിംഗ്. അപ്പോ ആ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പുതിയ വീഡിയോ ആയിട്ട് ഉടനെ വരാം. സ്റ്റോക്ക് മാർക്കറ്റിലെ ന്യൂസുകളെയും അതുപോലെ തന്നെ അപ്ഡേറ്റുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് നമുക്കുണ്ട്. ആ ഒരു ഗ്രൂപ്പിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. താല്പര്യമുള്ളവർക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസുകൾ നമ്മൾ അതിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. വളരെ ഇൻഫോർമേറ്റീവ് ആയിരിക്കും. അപ്പൊ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പുതിയ ന്യൂസുകളുമായിട്ട് നാളെ വീണ്ടും വരാം. ബൈ.